നമസ്കാരം. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കീമിൻ്റെ ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ പ്രസിദ്ധീകരിച്ചു. നിങ്ങൾക്ക് പലർക്കും കിട്ടിക്കാണും, ചിലർക്കൊന്നും കിട്ടിക്കാണില്ല. അങ്ങനെ കിട്ടാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കീമിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം പ്ലെയേഴ്സ് എല്ലാം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് കാണും. ഞാൻ ഈ ഒരു മെയിൻ സ്ട്രീം പ്ലെയേഴ്സിന് ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ JEE അതുപോലെ തന്നെ നീറ്റ് അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു എക്സാമിനേഷൻ എഴുതി കാണും, കീം 2024 എഴുതി കാണും. അവരും ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് റഫായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണും. സോ തീർച്ചയായിട്ടും റാങ്കിൽ മുന്നിട്ട് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ആയിരിക്കും ആദ്യത്തെ കുറേ അലോട്ട്മെൻറ്റ് വന്നു കഴിയുക. അതായത് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് റാങ്ക് വളരെ പതുക്കെയായിരിക്കും താഴേക്ക് നീങ്ങുന്നത്. അതായത് ആദ്യത്തെ ടോപ്പ് റാങ്കുകാർക്കായിരിക്കും അവിടെ അവസരങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നത്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വളരെ പതുക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു JEEയുടെ നീറ്റിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവർ കുറേ പേര് അങ്ങോട്ടേക്ക് പോകുമ്പോൾ താഴെയുള്ള കുറേ ആൾക്കാർക്ക് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കും. അതാണ് സാധാരണ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫേസിലും ഇതേ കോളേജ് തന്നെ കിട്ടണമെന്ന് വലിയ എക്സ്പെക്റ്റേഷനും കൊടുക്കേണ്ട. അതുകൂടി പ്രത്യേകം എടുത്ത് പറയുകയാണ്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നടത്തുന്നൊരു അലോട്ട്മെൻറ്റാണ്. അതായത് ഓൾറൗണ്ട് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഏകദേശം നിങ്ങൾക്ക് ഏതൊരു കോളേജ് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണിത്. ഇതിൽ കിട്ടിയെന്നോ കിട്ടാതിരിക്കുകയോ ചെയ്തെന്ന് വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ട് നിങ്ങളിത് കാര്യമായിട്ട് എടുത്ത് തുടങ്ങിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് മനസ്സിലായി കാണും. അതായത് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടിയവർക്ക് മനസ്സിലായി കാണും ഞങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കോളേജ് കിട്ടിയെന്നുള്ളത്. അതുപോലെ തന്നെ കിട്ടാത്തവരാണെങ്കിലും അവർക്കും മനസ്സിലായി കാണും. അതായത് നിങ്ങളിപ്പോൾ ഹയർ ഓപ്ഷൻസ്, അതായത് ഒരുപാട് കൂടിയ കോളേജുകളാണ് ഇപ്പോൾ CET ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു 10-17 റാങ്ക് ഉണ്ട്, എന്നിട്ട് CET നിങ്ങൾ കൊണ്ടുപോയി കമ്പ്യൂട്ടർ സയൻസ് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് അത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളത് പ്രാക്ടിക്കലി അതൊരു നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുക. ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എത്ര റാങ്ക് കുറവാണെങ്കിലും മുന്നോട്ടേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ ഘട്ടം കഴിയും തോറും ആ ഒരു ലാസ്റ്റ് റാങ്ക് കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ലാസ്റ്റ് റാങ്ക് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റാങ്ക് കുറവൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് താല്പര്യം, പക്ഷേ നിങ്ങൾക്കൊരു 10,000-3000 റാങ്കുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും, കുറച്ച് അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഈ 3000 റാങ്കുകാർക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലായിട്ട് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. കേരളത്തിലെ മിക്ക ഗവൺമെൻറ് കോളേജസിൻ്റെയും അതുപോലെ തന്നെ ചില പ്രൈവറ്റ് കോളേജസിൻ്റെയൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് എത്രയും പെട്ടെന്ന് റീഅറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് ഫേസിനായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഓരോ കോളേജസിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കുക. ചിലപ്പോൾ ഒരു ട്രയലിൽ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അലോട്ട്മെൻറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ടാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലും ഇതേ കോളേജിൽ തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അതിപ്പോഴേ പറയുകയാണ്. സോ നെക്സ്റ്റ് ഇപ്പോഴും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓണാണ്, അതായത് സൈറ്റിൽ ഓണാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് വൈകുന്നേരം 5 മണി വരെ റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയിട്ട് മാക്സിമം ഓപ്ഷൻസ് കൃത്യമായിട്ട് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് ടോപ്പിൽ വെക്കുക. നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു എൻട്രൻസിൻ്റെ കാര്യങ്ങൾ കീം 2024 ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിലേക്കുള്ള ഓരോ പടിയായിട്ട് വേണം കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.